Hello everyone, TechieWizard മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Realme എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സ്മാർട്ട് വെയ്റ്റ് സ്കെയിൽ ആണ്. ആക്ച്വലി നമ്മുടെ ബോഡി വെയിറ്റ് അളക്കുന്ന ഒരു വെയ്റ്റ് സ്കെയിൽ ആണിത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൽ കേവലം ബോഡി വെയിറ്റ് മാത്രമല്ല 16-ലധികം ഹെൽത്ത് മെഷർമെന്റ്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഹെർട്ട് ബീറ്റ്, ബോഡി മാസ്, ബോൺ മാസ്, ഫാറ്റ് കണ്ടന്റ്, ബോഡി വാട്ടർ ലെവൽ എന്നിങ്ങനെ 16ഓളം മെഷർമെന്റ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി A to Z എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൂടുതലൊന്നും പറഞ്ഞാൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ആസ് യൂഷ്വൽ റിയൽമി പ്രോഡക്ട്സ് വരുന്ന ആ ഒരു യെല്ലോ പാക്കേജിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ബാക്കിലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ്സും ഹെൽത്ത് മെഷർമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ്റെ QR കോഡും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വശത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു പിക്ചർ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ. പ്ലാസ്റ്റിക് റാപ്പ് നമുക്ക് ആദ്യം പീൽ ഓഫ് ചെയ്യാം. ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പിലാണ് എൻ്റെ ഒരു പാക്കേജ് നിൽക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു ലോക്കിംഗ് മെക്കാനിസം ആണ്. അത് ഊരി കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് ഫ്രീ ആകും. അപ്പോൾ നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ. ആൻഡ് യെസ്, മുകളിലായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇമേജ് കൊടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കി എല്ലാം മനസ്സിലാകും. പിന്നെ അടുത്തായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്താണ് വരുന്നത്, സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാൻ. പിന്നെ പാക്ക് നോക്കുവാണെങ്കിൽ അടിയിലായിട്ടും കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഉണ്ട്. വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. യെസ്, ഇതാണ് നമ്മുടെ റിയൽമി സ്മാർട്ട് വെയ്റ്റ് സ്കെയിൽ. ഇതിന് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബാക്കിലായിട്ട് നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കാണും. അവിടെ നമുക്ക് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് പീൽ ഓഫ് ചെയ്യാൻ. അത് നമുക്ക് പീൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബാറ്ററീസ് കാണാൻ പറ്റും. ഇൻബിൽട്ടായിട്ട് നമുക്ക് 4 ബാറ്ററീസ് വരുന്നുണ്ട്. അവിടെ ഒരു പ്ലാസ്റ്റിക് പുൾ ടാപ്പ് ബാർ പോലൊരു സാധനമുണ്ട്. അത് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ആക്റ്റീവ് ആവുന്നതാണ്. ഇത് കാണാൻ പറ്റും 0 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ആക്റ്റീവ് ആയിരിക്കുകയാണ്. പ്രൊഡക്റ്റിൻ്റെ ഓവർവ്യൂവിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ പ്രൈസ് ഡിസ്കസ് ചെയ്യാം. 1399 രൂപയാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസാണിത്. 1500 രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഓഫർ പീരീഡിൽ എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ തന്നെയാണ്. ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ വെയ്റ്റ് സ്കെയിൽ കാറ്റഗറിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻ തന്നെയാണ്. സെൻട്രലായിട്ട് നമുക്ക് റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡിങ് കാണാൻ പറ്റും. റീഇൻഫോഴ്സ്ഡ് ഗ്ലാസ് കവറാണ് ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്നത്. ബാക്കി പ്ലാസ്റ്റിക് ആണ്. ഈ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും 16 ടൈപ്പ് ഓഫ് ഹെൽത്ത് മെഷർമെൻറ്റ് നമുക്കിതിൽ പോസിബിൾ ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന സെൻസേഴ്സ് ആണ് നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു മെറ്റൽ ലൈക്ക് തിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ വളരെ സ്ലിം ആണ് കേട്ടോ. ടോട്ടലി നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാന്ന് തന്നെ വേണേൽ പറയാം. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു പ്രോഡക്റ്റ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മുമ്പേ കാണിച്ച ആ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കോർണേഴ്സിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഒരു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നിൽക്കുമ്പോൾ ഒക്കെ ഒരു പ്രോപ്പർ പൊസിഷനിങ് ഇത് പ്രൊവൈഡ് ചെയ്യും, പ്രോപ്പർ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യും. കാണാൻ പറ്റും ഈ ഒരു ഗ്രിപ്പ് പോലത്തെ ഈ ഒരു സംഭവം മൂവിങ് ആണ്. ആൻഡ് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഏതൊരു പ്രതലത്തിലും നിൽക്കും. പിന്നെ കളർ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് വൈറ്റ് തന്നെയാണ് ബ്ലൂവിനേക്കാളും. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് സ്ലിം ആൻഡ് ഗുഡ് ലുക്കിംഗ് പ്രോഡക്റ്റ് ആണിത്. ഈ ഒരു പ്രോഡക്റ്റിനെ സ്മാർട്ട് സ്കെയിൽ എന്ന് വിളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഈ റിയൽമി ലിങ്ക് ആപ്ലിക്കേഷനുമായിട്ടുള്ള സിങ്ക്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൈമറി പ്രൊഫൈലിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. അതായത് സച്ച് ആസ് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഹൈറ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ BMI ഒക്കെ ഇവിടെ തരത്തുള്ളൂ. അപ്പോൾ ഇത് സാമ്പിളായിട്ടുള്ള ഒരു വെയിറ്റ് വെച്ച് ഇവർ കാണിക്കുന്നതാണ്. യഥാർത്ഥ വെയിറ്റ് നമ്മൾ കടക്കുമ്പോഴാണ് കറക്റ്റ് ഡേറ്റ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ഡേറ്റ ലഭിക്കും. ആസ് യൂഷ്വൽ എല്ലാ വെയ്റ്റ് സ്കെയിലും നമ്മൾ വെയിറ്റ് നോക്കുന്ന പോലെയാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ആ ഒരു സെൻസേഴ്സിൻ്റെ മുകളിലായിട്ട് 2 കാലം വെച്ചതിന് ശേഷം നമ്മൾ നേരെ നോക്കി നിൽക്കണം. കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ വെയിറ്റ് ലോക്കാവും. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ ലോക്ക്ഡ് വെയിറ്റ് നമുക്ക് താഴെ കാണാൻ പറ്റും. വെയിറ്റ് നോക്കിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വെയിറ്റ് ലോക്കായിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾ അതിൽ നിൽക്കുമ്പോൾ നമുക്കിതിൽ ഹേർട്ട് റേറ്റ് കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഹേർട്ട് റേറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു സെൻസേഴ്സിലൂടെ. അപ്പം നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റും. അതിന് ആപ്ലിക്കേഷൻ സഹായമൊന്നും വേണ്ട. നമുക്ക് ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ വെയിറ്റും ഹേർട്ട് റേറ്റും നമുക്കിതിൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി സപ്പോസ് ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ആണ് നമ്മുടെ വെയിറ്റ് അനലൈസ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം തന്നെ ആ പ്രൊഫൈൽ നമ്മൾ എടുത്തു വെക്കുക, സ്വിച്ച് ചെയ്ത് വെക്കുക. ആ പ്രൊഫൈലിലായിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ആയിരിക്കേണ്ടത്. എന്നിട്ട് ആ ഒരു പേഴ്സണോട് നമ്മുടെ ഈ ഒരു വെയിറ്റ് സ്കെയിലിലോട്ട് കയറാൻ പറയണം. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. അതായത് വെയിറ്റ് നമുക്ക് ഇതിലേക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. വെയിറ്റ് വന്നിട്ടുണ്ട്, അത് ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാം, ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റും. അത് ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, മസിൽ മാസ്, ബയോളജിക്കൽ ഏജ്, ബോഡി ഫാറ്റ്, വിസറൽ ഫാറ്റ് ഇൻഡെക്സ്, ബേസൽ മെറ്റബോളിക് റേറ്റ്, ലീൻ ബോഡി മാസ്, അതുപോലെ മസിൽ മാസ് പെർസെൻറ്റേജ്, ബോഡി വാട്ടർ ലെവൽ, ബോൺ മാസ്, പ്രോട്ടീൻ, സ്കെലിറ്റൽ മസിൽ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മോർ ഓവർ BMI ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിടുന്നുണ്ട്. BMI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ഹൈറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് സ്ക്വയർ എന്ന് പറയുന്ന
പറയുന്ന ഒരു ഫോർമുലയിലാണ് അത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം BMI വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷേ ഇവർ ഓട്ടോമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വെക്കും. എന്നിട്ട് നമുക്കത് കാണിക്കും നമ്മൾ അണ്ടർ വെയിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ, ഒബിസിറ്റി ആണോ എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ വെയിറ്റുകളെല്ലാം നമ്മളിപ്പോൾ ഡെയിലി ആണ് എടുക്കുന്നത്, വീക്കിലി ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാം ഒരു ചാർട്ടായിട്ട്, ഒരു ഗ്രാഫായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലെ ഒരു BIA സെൻസർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഈ BIA സെൻസർ ഉപയോഗിച്ച് നമുക്ക് ബോഡി ഫാറ്റിൻ്റെ ലെവലും അങ്ങനത്തെ കുറച്ച് കാൽക്കുലേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ആക്യുറേറ്റ് ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഹേർട്ട് റേറ്റും നമുക്ക് ഇതിലേക്ക് സെപ്പറേറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹേർട്ട് റേറ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഹെവി ആയിട്ടുള്ള വെയിറ്റ് മാത്രമല്ലാതെ ലോ വെയിറ്റ് നോക്കാൻ ഒരു മോഡും ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം 50 ഗ്രാം തൊട്ട് 10 കിലോ വരെ മാക്സിമം നമുക്കതിൽ ലോ വെയിറ്റ് മോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഒബ്ജക്ട്സിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വരുന്ന റിവ്യൂ യൂണിറ്റ്സൊക്കെ ഇതിൽ വെയിറ്റ് നോക്കാറുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കാവുന്നതാണ്. ഒരു വെയിറ്റ് സ്കെയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്, സെൻസേഴ്സ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഹെൽപ്പ് ഇതിൽ വരുന്നുണ്ട്, ലോ വെയിറ്റ് മോഡൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെയിറ്റ് സ്കെയിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിവ്യൂ എന്ന നിലയ്ക്ക് റിയൽമി സ്മാർട്ട് വെയിറ്റ് സ്കെയിലിനെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അടുത്ത ദിവസം ഇതുപോലൊരു യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.